ഇന്നത്തെ വീഡിയോ ബ്രെഡ് വെച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരവും കൂടിയാണിത്. ഇതിനാവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ബ്രെഡാണ്. ബ്രെഡ് ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പത്തിൽ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തേക്കുന്നത് പച്ചമുളകാണ്. പിന്നെ കറിവേപ്പില, മല്ലിയില ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. സവാള ഈ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ക്രഷ് ചെയ്തെടുക്കുക അത്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി 2 സ്പൂണ്, ഗരം മസാല ഒരു 1/4 ടീസ്പൂണ്, പിന്നെ അതുപോലെ വലിയ ജീരകത്തിൻ്റെ പൊടി അതും 1/4 ടീസ്പൂണാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കണം. നമ്മൾ ആ ബ്രെഡിൽ വെള്ളം ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണവേ. നമ്മൾ എടുത്തു വെച്ച എല്ലാ ബ്രെഡും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഈ രീതിയിലാണ് എടുക്കേണ്ടത്. ഞാനങ്ങനെ എല്ലാ ബ്രെഡും ആ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് സവാള ഉള്ളിയാണ്. ആദ്യം നമുക്ക് ആ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് നനച്ചെടുക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ച് അതിൽ ഒന്ന് കഴുകി വാരിയെടുക്കുന്ന രീതിയിൽ ഒന്ന് എടുക്കണവേ. ഈ രീതിയിൽ വേണം എടുക്കാൻ. നമ്മൾ പൊട്ടറ്റോ ഒന്ന് ഇതുപോലെ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം എടുക്കാൻ. വെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് വേണം എടുക്കാൻ പൊട്ടറ്റോയും. ഇതിലേക്ക് ഞാൻ ഇടുന്നത് സവാളയാണ്. ഉള്ളിയിൽ നിന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ് എടുത്തത്. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഇടുന്നത് മല്ലിയിലയാണ്. പിന്നെ പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ കറിവേപ്പില, ഇതിലേക്ക് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച ഗരം മസാലയാണ്. പിന്നെ പെരുംജീരകപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂൺ അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കണം. രണ്ട് സ്പൂൺ അളവിൽ ഞാൻ മൈദാമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ബ്രെഡും ഒക്കെ ഇതിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണവേ. പിന്നെ നമ്മൾ ഈ രീതി ചെയ്യുമ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചിലപ്പം ബ്രെഡിൽ നന്നായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം പിന്നെ ചേർത്ത് കൊടുക്കരുത്.
ഇപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം. നോക്കിയതിന് ശേഷം മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പൊടികളും ഉപ്പും എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ വേണം ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ച് കൊടുക്കാൻ. ഒത്തിരി അങ്ങ് വെള്ളമാവരുത്. ഇത് നമ്മൾ കൈകൊണ്ട് ചെറിയ ചെറിയ ഉരുള പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേ ആകാവുള്ളേ നനവും. ഇത് കണ്ട ഈ രീതിയിൽ വേണം നമുക്ക് എടുക്കേണ്ടത്. ആ രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാ ആ രീതിയിൽ വേണം നമുക്ക് എടുക്കേണ്ടത്. കണ്ട ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണം നിങ്ങൾക്ക് ഇടാം. നമുക്കിനി എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. നന്നായിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതേ രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പക്കോട കിട്ടും. ചെറിയ ചെറിയ രീതിയിൽ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിൽ വെന്തും കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കറുമുറാന്ന് പറഞ്ഞ് നമുക്ക് തിന്നാം. പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് കാലിയാവുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇതിനി 2 സൈഡും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണമേ. ഇതിപ്പം ഞാൻ ഇപ്പുറത്തെ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണേ. 2 സൈഡും തിരിച്ചിട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ പക്കോട നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്. കാരണം ഇത് കാണുമ്പം തന്നെ അറിയാൻ പറ്റും.
അങ്ങനെ എല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാവേ. ബാക്കിയുള്ളത് ഞാൻ അതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.